എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥിയായ അനൂപ് ആന്റണിയുടെ പ്രചരണാർത്ഥം ചുമേത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹിളാ മോർച്ചയുടെയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകർ ഗൃഹസമ്പർക്ക പരിപാടിയുമായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് CPMന്റെ അണികളും നേതാക്കന്മാരൊക്കെ തടഞ്ഞു. നിങ്ങൾ എവിടെ വേണമെങ്കിലും ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും നിങ്ങൾ പ്രചരണം നടത്തിക്കോ, കുഴപ്പമില്ല, പക്ഷെ ഈ ചുമേത്രയിൽ മാത്രം നിങ്ങൾ പ്രചരണം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണികളൊക്കെ മുഴക്കിയിരുന്നു. ഇന്ന് വീണ്ടും അടുത്തൊരു ഇതും കൂടി വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇപ്രാവശ്യം മഹിളാ മോർച്ചയുടെയും BJPയുടെയും പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത് CPM വാർഡ് കൗൺസിലറാണ്. എന്നിട്ട് ഇവര് മഹിളാ മോർച്ചയുടെയും BJPയുടെയും പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കവരെ ചെയ്തിരിക്കുന്നു. എന്തായാലും ശരി, ഈ തടയണ CPMകാരോട് പറയാം ഒരു കാര്യം. നിങ്ങളിപ്പോ തിന്നമിടുക്ക് കാണിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ പിന്നില് ആ തിരുവല്ല എന്ന് പറഞ്ഞ ചുമേത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിലപ്പോ 4 ആൾക്കാരുണ്ടായിരിക്കും. അതിന്റെ ധൈര്യത്തിലായിരിക്കും നിങ്ങൾ ഈ ചെയ്യണത്. പക്ഷെ ഈ കാര്യങ്ങൾ എങ്ങാനെങ്കിലും നാഗപ്പൂർ ഒരു വ്യക്തി ഇരിക്കണ്ട്, ഒരു വെള്ള ഷർട്ടും കാക്കി പാൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു വ്യക്തി ഇരിക്കണ്ട് നാഗപ്പൂര്. അദ്ദേഹത്തിന്റെ ചെവിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയാലോ, മോഹൻ ഭഗവത്. അദ്ദേഹത്തിന്റെ ചെവിയിൽ എങ്ങാനെങ്കിലും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജയിച്ചു പോകുന്ന MPമാരും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് എങ്ങാനെങ്കിലും കഷ്ടകാലത്തിന് ജയിച്ചു വരണ വല്ല MPമാരോ മറ്റുള്ള സ്റ്റേറ്റിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ ഡൽഹി പിന്നെ സ്വപ്നം കാണേണ്ടി വരും. ഡൽഹിയിൽ പിന്നെ നിങ്ങളുടെ നേതാക്കന്മാര് കാല് കുത്താൻ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ ആ സമയത്ത് RSSന്റെ ഭീകരവാദം, RSSന്റെ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊന്നും വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് ഇലക്ഷൻ പ്രചരണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അവിടെ തിരുവല്ലയിലെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് BJPയുടെയും മഹിളാ മോർച്ചയുടെ ഒക്കെ പ്രവർത്തകർ നടത്തുന്നത്. അത് നടത്തിക്കോട്ടെ. നിങ്ങൾക്ക് തോൽവി ഭയമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അവരെ തടയാൻ നിൽക്കണത്? അവരവിടെ പ്രചരണം നടത്തി പോയിക്കോട്ടെ. നിങ്ങൾക്ക് തോൽവി ഭയമില്ലല്ലോ. നിങ്ങൾ അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയല്ലേ, നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ തടയാൻ നിൽക്കണേ? തോൽവി ഭയമുള്ളവര് തടഞ്ഞാ പോരെ. നിങ്ങൾക്ക് തോൽവി ഭയമില്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. അപ്പൊ പിന്നെ BJPക്കാർ അവിടെ വന്ന് ചെന്ന് എന്തെങ്കിലും 4 വോട്ടൊക്കെ ചോദിച്ച് നടന്ന് പോയിക്കോട്ടെ. അതല്ലേ ഒരു ജനാധിപത്യ മര്യാദ. അല്ലാതെ ഈ തിന്നമിടുക്ക് കാണിച്ചിട്ട് ഇങ്ങനെയുള്ള തടയലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഡൽഹി സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പറയാം. കാരണം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നാഗപ്പൂർ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എല്ലാവർക്കും നമസ്കാരം. അതന്നെ ഇവര് പറയുന്നത്, നമ്മള് കാശ് മേടിച്ചിട്ട് വരുവാണ്. പോലീസ് അവർ എന്റെ അടുത്ത് വന്നോളൂ, ഞാൻ അങ്ങോട്ട് കൊണ്ടായിരുന്നു. ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടല്ലേ ചോദിച്ചു എന്താ പ്രശ്നമെന്ന്? എന്നോട് വന്നിട്ടാ ചോദിച്ചു. ഞാൻ വീഡിയോ പിടിക്കും. എന്താ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ലേ?